മ്യാവൂർ രൂപതയുടെ ആരംഭവും ഈ കാലഘട്ടത്തിലൊക്കെ ഉള്ള രൂപതയുടെ പ്രവർത്തനങ്ങളും ഇപ്പോൾ എത്രത്തോളം രൂപത വളർന്നു വന്നതിനെക്കുറിച്ചൊന്ന്. നമ്മളുടെ കെട്ടിടങ്ങളും നമ്മളുടെ സമ്പത്തുകളുമാണ് വളർച്ചയായിട്ട് കണക്ക് കൂട്ടുന്നത്. ആളുകളുടെ വിശ്വാസം എത്ര ജീവിതത്തിലേക്ക് പകരുന്നു, അവർക്ക് എത്ര അറിവുണ്ടെന്നാണ് നമ്മൾ ചിലപ്പോൾ നോക്കുന്നത്. പക്ഷേ ഈ അറിവല്ല, അവരുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ തരണം ചെയ്യാൻ ഈ വിശ്വാസത്തിലേക്ക് എത്ര നോക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്. ഞാൻ ഒരു പള്ളി കൂദാശ ചെയ്യുമ്പോൾ ഞാൻ അവിടുത്തെ ആൾക്കാരോട് പറയുന്നത് ഇതാണ്: നമ്മൾ ഇന്ന് ഈ ബ്ലെസ്സിങ് കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിന് മുമ്പ് ഒരു ഭൂമികുലുക്കം ഉണ്ടായാൽ ഇതിൻ്റെ പണി കഴിഞ്ഞു. നമ്മൾ കോടികൾ മുടക്കി ഉണ്ടാക്കിയ പള്ളി 5 മിനിറ്റ് കൊണ്ട് തീരും. എന്നാൽ ആളുകളുടെ ജീവിതത്തിൽ വളരെ പ്രാക്ടിക്കലായിട്ടൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ആ പള്ളി ഒരിക്കലും വീഴത്തില്ല. ആ കെട്ടിടമല്ല, അതായത് നമ്മുടെ കത്തോലിക്ക സഭ ഒരിക്കലും തകരത്തില്ല. അതാണ് നമ്മുടെ ഒരു സമ്പത്തായിട്ട് ഞാൻ നോക്കുന്നത്. അതുപോലെ തന്നെ കെട്ടിടങ്ങളൊക്കെ വേണം, പക്ഷേ നമ്മളുടെ ആളുകൾ, വിശ്വാസികൾ, അവരുടെ വിശ്വാസത്തിൽ എത്ര ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് എൻ്റെ ഒരു അളവ്. അപ്പോൾ ഇവിടെ എൻ്റെ ഈ കഴിഞ്ഞ 20 കൊല്ലം മുഴുവൻ എൻ്റെ ശ്രദ്ധ ഇതിലായിരുന്നു. ഇപ്പോഴും അത് തന്നെ. ഇപ്പോൾ അതിനിടയ്ക്ക് ഇപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ സിസ്റ്റേഴ്സ് കോൺഗ്രിഗേഷൻസ് വരുന്നുണ്ട്. 2006 ആദ്യമേ ഞാനൊരു ബിഷപ്പായിട്ട് ഈ ലോകത്തിൽ, പ്രത്യേകിച്ച് ബാംഗ്ലൂർ, പൂന എന്നപ്പോൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ 100 കണക്കിന് പ്രൊവിൻഷ്യൽസിനെ പോയി കണ്ടിട്ടുണ്ട്. അന്നൊക്കെ അവർ എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നത്, ബിഷപ്പ്, ഞങ്ങളുടെ സിസ്റ്റേഴ്സിനെ എങ്ങനെ ഇത്രയും അകലെ വിടും? പക്ഷേ ഇന്ന് എനിക്ക് 18 കോൺഗ്രിഗേഷൻസ് വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട്. കാരണം അവർ കണ്ടു, അതായത് ഇവിടെ ഇതിനൊരു നിലനിൽപ്പുണ്ടെന്നുള്ള വിവരം. അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അത് എൻ്റെ കഴിവോ വേറൊരാളുടെ കഴിവോ അല്ല, ഇത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ഞാൻ വിശ്വസിക്കുന്നത് ഈ സൂര്യപ്രകാശം ഇവിടുന്ന് പോകുന്നത് പോലെ ദൈവത്തിൻ്റെ പ്രകാശം, ജീവൻ്റെ പ്രകാശം ഇവിടുന്ന് മറ്റുള്ളവരിലേക്ക് ചെല്ലണമെന്നുള്ളതാണ്. ഞാൻ ഈ FABCയിൽ എൻ്റെ ഡ്യൂട്ടി കാരണം എല്ലാ രാജ്യങ്ങളിലും പോയി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വിയറ്റ്നാമാണ്. വിയറ്റ്നാമിലെ ആളുകൾ, അവർക്ക് പ്രോജക്ട്സ് അങ്ങനെ, എന്നാൽ അവരുടെ പള്ളികളൊക്കെ നിറച്ച ആളുകളാണ്. അതെല്ലാം കാരണം അവർക്ക് വിയറ്റ്നാമിൽ നിന്ന് ലോകത്തിലുള്ള എല്ലാവരുമായിട്ടും ഇപ്പോഴും അവർക്ക് ബന്ധമുണ്ട്, അവർ നിലനിർത്തുന്നുണ്ട്. അങ്ങനെ സ്വന്തം ഗ്രാമത്തിലെയോ ദേശത്തിലെയോ സഭയും പുറത്തുള്ള സഭയും ഒന്നിച്ച് പോകുന്നു. അതെല്ലാവർക്കും ഒരു മിഷണറി ഔട്ട്ലുക്കാണ് കാണുന്നത്, അല്ലാതെ കെട്ടിടം മാത്രമല്ല. ഈ കെട്ടിടങ്ങളും വണ്ടികളും ഒക്കെ നമ്മുടെ സമ്പത്തായിട്ട് കണക്ക് കൂട്ടിയാൽ അതൊരിക്കലും ശാശ്വതമല്ല. ഇപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ വരാതിരിക്കാനാണ് ഞാൻ നോക്കുന്നത്. ഫെഡറേഷൻ ഓഫ് ഏഷ്യൻ ബിഷപ്സ് കോൺഫറൻസ്, അല്ലെങ്കിൽ FABC എന്ന് പറഞ്ഞ് നമ്മുടെ ഏഷ്യയിലെ സകല സഭകൾ ഒന്നിച്ച് ഒരു ഓർഗനൈസേഷനുണ്ട്. നമ്മുടെ ഇവിടുത്തെ CBCI പോലെ, ഇന്ത്യയിൽ ബിഷപ്സ് കോൺഫറൻസ് പോലെ, ഇത് ഏഷ്യയിലെ മുഴുവൻ. അപ്പോൾ കഴിഞ്ഞ ഒരു 8 കൊല്ലമായിട്ട് ഞാൻ അതിനകത്തെ എവാഞ്ചലൈസേഷൻ കമ്മീഷൻ്റെ ചെയർമാനായിട്ട് ഫങ്ഷൻ ചെയ്തു. അപ്പോൾ എനിക്ക് എൻ്റെ ഇവിടെയുള്ള ഡ്യൂട്ടിയുടെ പുറമെ ഏഷ്യയിലുള്ള എല്ലാ ബിഷപ്സ് കോൺഫറൻസും എല്ലാ രാജ്യങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാനും പോകാനും അവിടെ ചില ക്ലാസ് എടുക്കാനൊക്കെയുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഏഷ്യയിലെ ഏറ്റവും ഒരു നല്ലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഏഷ്യയിലെ സകല രാജ്യങ്ങളിലും ഫ്രാൻസിസ് സേവ്യർ ഇന്ത്യ വന്ന 1500കളിൽ, അത് കഴിഞ്ഞാണ് അവിടെ എല്ലായിടത്തും മിഷണറിമാർ പോയത്. പക്ഷെ നമ്മൾ ഇവിടെ 2000 കൊല്ലത്തെ പഴക്കമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇന്നും നമ്മൾ 2.5% ക്രിസ്ത്യൻസ് എന്നും പറഞ്ഞ് സന്തോഷിച്ച് കൊട്ടിഘോഷിച്ച് നടക്കുന്നു. എന്നാൽ തായ്ലൻഡ് നീക്കി വേറെ എല്ലാ സ്ഥലങ്ങളിലും 5 അല്ലെങ്കിൽ 6% ക്രിസ്ത്യൻസ് ഉണ്ട്. വിയറ്റ്നാമിൽ 2024 അവർ രാജ്യത്തിൻ്റെ മുഴുവൻ പാസ്റ്ററൽ കോൺഫറൻസ് നടത്തിയിട്ട് അവിടെ അവരൊരു തീരുമാനമെടുത്തത് 2033, അതായത് നമ്മളിപ്പോൾ ഒരു ഗ്രേറ്റ് ജൂബിലി എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം ഇറങ്ങിയിട്ടുണ്ടല്ലോ, ആ ജൂബിലിയുടെ സമയമാകുമ്പോഴത്തേക്കും അവരുടെ തീരുമാനം വിയറ്റ്നാം 18% ക്രിസ്ത്യാനികളാകുമെന്നുള്ള
നമ്മളോട് ദൈവം തന്നിരിക്കുന്ന ഒരു മിഷനാണ്, കമ്മീഷനാണ്. ലോകമെമ്പാടും പോയി അത് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചിട്ടില്ല. അതിൻ്റെ കാരണം എന്താ? നമ്മൾ തിരക്കൊന്നുമില്ല.